എല്ലാവർക്കും ഡെൽറ്റ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് എന്നീ മൂന്ന് ഫാക്ടറുകൾ വരുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലുള്ള പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇതിൻ്റെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ടാണ്. എന്താണ് കറണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഓരോ വസ്തുക്കളുടെയും പ്രത്യേകത കൂടി മനസ്സിലാക്കാം. ഇലക്ട്രിക്കൽ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് കോപ്പറും അലുമിനിയവും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വസ്തുക്കളൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണെന്ത് ആറ്റം എന്ന് പറയുന്നത്. മുൻപത്തെ വീഡിയോയിൽ നമ്മളത് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ കാണിച്ച ഒരു കണ്ടക്ടർ ആണെങ്കിലും നമ്മളെ വയറുകളാണെങ്കിലും കേബിളുകളാണെങ്കിലും ഓവർഹെഡ് ലൈനുകളിലാണെങ്കിലും അതൊക്കെ എന്താണ് കുറേ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ആറ്റത്തിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അതിനൊരു കേന്ദ്ര ബിന്ദുവുണ്ട്, ന്യൂക്ലിയസ് ആണ്. അപ്പോൾ അതേപോലെ അതിന് ചുറ്റും എന്തുണ്ട്, ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും എന്തായിരിക്കും, ആകർഷണ ബലം കുറവായിരിക്കും. അപ്പോൾ അതേപോലെ ഇത് കറങ്ങുന്ന സഞ്ചാരപഥത്തിനെയാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർബിറ്റിൽ നിന്നും വേർപെടുന്ന ഇലക്ട്രോണിനെ നമ്മൾ എന്താണ് പറയുന്നത്, ഫ്രീ ഇലക്ട്രോണ് എന്നാണ് പറയുന്നത്. ഒരുവിധ എല്ലാ മെറ്റലുകളിലും എന്തുണ്ട്, ഇത്തരത്തിലുള്ള ഫ്രീ ഇലക്ട്രോണുകൾ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൽ നിന്നും മറ്റൊരാറ്റത്തിലേക്ക് എന്താവും, അത് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു കണ്ടക്ടറാണ് ഇവിടെ വരച്ചത്. ഈ കണ്ടക്ടറിലൊക്കെ എന്തുണ്ട്, അല്ലെങ്കിൽ ഒരു വയറിൽ കേബിളിലൊക്കെ എന്തുണ്ട്, ഒരുപാട് ആറ്റങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അത് ഈ കോപ്പറിൻ്റെ നമ്മൾ പരിശോധിച്ചാൽ ഇതിൻ്റെ ഏറ്റവും പുറം ഭാഗത്തുള്ള ഇലക്ട്രോൺ വരുന്നത് ഒന്നാണ്, ഒരു ഇലക്ട്രോണാണ് അതിന് വരുന്നത്, അല്ലെങ്കിൽ ഒരു വാലൻസ് ഇലക്ട്രോണാണ് വരുന്നത്. ഇത്തരം വാലൻസ് ഇലക്ട്രോണിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കണ്ടക്ടറിലേക്ക് നമ്മളൊരു ഫോഴ്സ് നൽകുകയാണ്, ഒരു ബലം നൽകിയാൽ എന്തുണ്ടാവും, ഈ ഇലക്ട്രോണുകൾ ഈ ഓർബിറ്റിൽ നിന്നും വേർപെട്ട് തൊട്ടടുത്ത ആറ്റത്തിലേക്ക് അങ്ങനെ സഞ്ചരിക്കാനായിട്ട് തുടങ്ങും. അപ്പം അങ്ങനെ ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഏതെങ്കിലും ഒരു ദിശകളിലേക്ക് ഒഴുകുകയാണെങ്കിൽ ആ പ്രവാഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയറായോ? ഇങ്ങനെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കുക, ഇവിടെ നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് ഈ ഒരു ബൾബിലേക്ക് നൽകുകയാണ് അല്ല. അങ്ങനെ വോൾട്ടേജ് കിട്ടുന്ന സമയത്ത് ഈ വയറിലൂടെ അല്ലെങ്കിൽ ഈ കണ്ടക്ടറിലൂടെ എന്തുണ്ടാവും, ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഒഴുകാനായിട്ട് തുടങ്ങുകയും ഈ ബൾബിലേക്ക് അത് എത്തുമ്പോൾ എന്താവും, ഇത് പ്രകാശമായി മാറുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ് അല്ലേ. ആ നെഗറ്റീവ് ചാർജുള്ള കണികകളാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആക്ച്വൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. എന്നാൽ കൺവെൻഷണൽ ഫ്ലോ ഇലക്ട്രിസിറ്റി നമ്മൾ പറയുന്നത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണത് വരുന്നത്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി പോകണം. അപ്പോൾ അതേപോലെ ഈ കറണ്ട് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അമീറ്റർ. അമീറ്റർ ഉപയോഗിച്ചാണ് കറണ്ട് നമുക്ക് അളക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതേപോലെ ഈ കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംബിയർ. ആംബിയർ എന്നുള്ളതാണ് കറണ്ടിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇപ്പോൾ ഈ കറണ്ടിന് ചെറിയ യൂണിറ്റുകളും വലിയ യൂണിറ്റുകളും വരുന്നുണ്ട്. ഇതിൻ്റെ ചെറിയ യൂണിറ്റാണ് മില്ലി ആംബിയർ. മില്ലി ആംബിയർ എന്നുള്ളത് ഇതിൻ്റെ ചെറിയ യൂണിറ്റാണ്. അപ്പോൾ അതായത് നമ്മൾ ELCBകളിലൊക്കെ കറണ്ട് രേഖപ്പെടുത്തുന്നത് എന്തിലാണ്, മില്ലി ആംബിയറിലാണ് അല്ലേ. 30 മില്ലി ആംബിയർ അല്ലെങ്കിൽ MA എന്നുള്ള ഇതിലാണത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ അതിൻ്റെ വലിയ യൂണിറ്റാണ് ഏത് വരുന്നത്, കിലോ ആംബിയർ. കിലോ ആംബിയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ വലിയ യൂണിറ്റാണ്. അപ്പോൾ അത് ചുരുക്കിയിട്ട് KA എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ കറണ്ട് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന മീറ്റർ നമ്മൾ പറഞ്ഞു, അമീറ്റർ. ഈ അമീറ്റർ കണക്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ഫേസിന് സീരീസ് ആയിട്ടാണ്, സീരീസ് കണക്ഷനാണ് ഇത് വരുന്നത് അല്ലേ. ഇവിടെ നോക്കുക, ഈ ബൾബിന് സീരീസ് ആയിട്ടാണ് എപ്പോഴും അമീറ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ മറ്റൊരു പോയിൻ്റാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്. ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് ആണ് ഏതിന് വരുന്നത്, കുറഞ്ഞ റെസിസ്റ്റൻസ്. കുറഞ്ഞ റെസിസ്റ്റൻസ് ആണ് ഈ അമീറ്ററിന് എല്ലായ്പ്പോഴും വരുന്നത്.
അപ്പോൾ ഈ കാര്യങ്ങളാണ് കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ വരുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഒന്ന് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനെയാണ് ഏത് ദിശകളിലേക്കും ആവാം, ഒന്നുകിൽ ഫോർവേഡോ അല്ലെങ്കിൽ ബാക്ക്വേഡോ, അപ്പം അങ്ങനെയുള്ള പ്രവാഹത്തിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ അതിൻ്റെ യൂണിറ്റാണ് ആംപിയർ. അളക്കുന്നതിന് വേണ്ടിയാണ് അമീറ്റർ ഉപയോഗിക്കുന്നത്. അമീറ്റർ കണക്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്, സീരീസ് ആയിട്ടാണ്. അതേപോലെ അമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും എങ്ങനെയാണ്, ലോ റെസിസ്റ്റൻസ് ആണ് അമീറ്ററിൻ്റെ വരുന്നത്. ഇപ്പോൾ ഈ കാര്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമുക്ക് വോൾട്ടേജിനെ കുറിച്ച് നോക്കാം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് അല്ലേ. അതിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ EMF എന്നുള്ള രീതിയിലാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കറണ്ട് എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലേ. അപ്പോൾ അതേപോലെ EMF എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ബാറ്ററി, അതേപോലെ ഇവിടെ ഒരു സ്വിച്ച്, ഇവിടെ ഒരു അമീറ്റർ, ഇവിടെ ഒരു ബൾബുമാണ് കാണിച്ചത് അല്ലേ. ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, ഈ ബാറ്ററിയിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ ഈ വയറുകൾ വഴി ഈ അമീറ്റർ വഴി ബൾബിലേക്ക് എത്തുകയും ബൾബ് പ്രകാശിക്കുകയുമാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഇലക്ട്രോണുകൾ പ്രവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ബാഹ്യ ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ടേജ്, അല്ലെങ്കിൽ ആ ബലത്തിനെയാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ യൂണിറ്റ് വരുന്നത് വോൾട്ടാണ്. വോൾട്ട് തന്നെയാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇത് അളക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വോൾട്ട് മീറ്റർ ആണ്. വോൾട്ട് മീറ്റർ ഉപയോഗിച്ചാണ് ഇത് അളക്കുന്നത്. അപ്പോൾ അതേപോലെ അത് കണക്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്, പാരലൽ ആയിട്ടാണ്. പാരലൽ അല്ലെങ്കിൽ ഫേസിനും ന്യൂട്രനും എക്രോസ് ആയിട്ടാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുക, എപ്പോഴും വോൾട്ട് മീറ്ററുകൾ കണക്ട് ചെയ്യുക അല്ലേ. ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും ഉണ്ടെങ്കിൽ അതിന് പാരലലായിട്ടാണ് വോൾട്ട് മീറ്ററിൻ്റെ കണക്ഷൻ വരുന്നത്. ഇപ്പോൾ ഈ പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, വളരെ ഹൈ റെസിസ്റ്റൻസ് ആവും. അപ്പോൾ പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അതേപോലെ രണ്ടാമത്തെ ചോദ്യമാണ്, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്, സർക്യൂട്ടിന് പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ യൂണിറ്റുകളും മീറ്ററുകളും എല്ലാം പ്രധാനപ്പെട്ടതാണ്, പരീക്ഷകൾക്കത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുക ഇനി, അപ്പോൾ ഈ EMF എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളൊരു ബാറ്ററി കൺസിഡർ ചെയ്തു അല്ലേ. ഒരു 6 വോൾട്ടിൻ്റെയോ ഒരു ചെറിയ ഒരു ബാറ്ററി, അതിനൊരു പോസിറ്റീവ് ഭാഗവും ഒരു നെഗറ്റീവ് ഭാഗവുമാണ് അതിനുള്ളത്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഭാഗം എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ഭാഗത്ത് എന്തായിരിക്കും, കൂടുതൽ ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എണ്ണം എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഈ പോസിറ്റീവ് ഭാഗത്ത് എന്തായിരിക്കും, ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. ക്ലിയർ ആയോ? ഈ നെഗറ്റീവ് ഭാഗത്ത് ഇലക്ട്രോൺ എണ്ണം കൂടുതലും പോസിറ്റീവ് ഭാഗത്ത് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവും ആയിരിക്കും. അപ്പം അങ്ങനെ കുറവ് ആയതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ എന്തുണ്ടാവും, ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ആ വ്യത്യാസം ഇതിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ബാറ്ററിയിൽ ബൾബ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോണുകൾ കൂടുതലുള്ള നെഗറ്റീവ് ഭാഗത്തു നിന്നും എന്തുണ്ടാവും, ഇലക്ട്രോണ് കുറവുള്ള ഭാഗങ്ങളിലേക്ക് ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതിന് നൽകുന്ന ആ ബലത്തിനെയാണ് നമ്മൾ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയോ? ഇനി ഇതൊരു ഉദാഹരണം, നമുക്കൊരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീടുകളിലൊക്കെ ഉള്ള വാട്ടർ ടാങ്കുകൾ അല്ലേ, വെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കുകൾ ഒന്ന് താരതമ്യം ചെയ്യുക, നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ അതായത് ആ ടാങ്കുകൾ നമ്മൾ വെക്കുന്നത് എപ്പോഴും എവിടെയാണ്, ഉയരമുള്ള സ്ഥലത്താണ് അല്ലേ. ടെറസ് ആണെങ്കിൽ ഇതിൻ്റെ ചിമ്മിനിയുടെ ഒക്കെ മുകളിലാണ് ടാങ്കുകൾ സ്ഥാപിക്കുന്നത്. ആ ടാങ്കുകൾ നമ്മൾ ഒരിക്കലും കിണറിനോട് അടുത്ത് സ്ഥാപിക്കാറില്ല. അതിൻ്റെ കാരണം എന്താണ്, അപ്പോൾ ആ കിണറിനോട് അടുത്ത് സ്ഥാപിക്കുകയാണെങ്കിൽ ടാപ്പുകളിൽ അല്ലെങ്കിൽ പൈപ്പുകളിലുള്ള വെള്ളത്തിൻ്റെ പ്രഷർ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും അല്ലേ. നമുക്ക് ശരിയായ രീതിയിൽ വെള്ളം കിട്ടാതെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഈ വെള്ളത്തിൻ്റെ പ്രഷർ ഹൈ പ്രഷറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാങ്കുകൾ മുകളിൽ സ്ഥാപിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ മുകളിൽ വെക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്, ഈ വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഉയരുകയാണ് ചെയ്യുന്നത്. അതായത് ഉയരം കൂടുന്തോറും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുകയും ആ ഉയർന്ന ലെവലിൽ നിന്നും താഴെ ലെവലിലേക്കുള്ള പൈപ്പുകളിലേക്ക് വെള്ളം ശക്തിയായി ഒഴുകുകയുമാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അവിടെ നോക്കുക, ഒരു ടാങ്ക് ഇത്രയും ഉയരത്തിലാണ് വെച്ചത്. അപ്പോൾ അതിൽ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അല്ലേ. ഇവിടെ ഒരു ടാപ്പ് ഉണ്ട്. അപ്പോൾ ആ ടാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഈ സ്റ്റോർ ചെയ്ത ടാങ്കിൽ നിന്നും
ജലം വളരെ ശക്തിയായി ഈ പൈപ്പുകൾ വഴി ഈ ഒരു ടാപ്പിലൂടെ പുറത്തു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മളെ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ടാങ്കായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? ഒരു ബാറ്ററി അല്ലേ, അല്ലെങ്കിൽ ഒരു EMF സോഴ്സ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സിനെയാണ് ഈ ടാങ്കുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതേപോലെ ആ ഈ ടാങ്കിലുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ടാങ്കിൽ പൈപ്പ് കണക്ട് ചെയ്യുകയും പൈപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? അതിനുള്ളിലുള്ള ജലം ഒഴുകാനായിട്ട് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് എന്താവുന്നത്? ഈ വയറിലൂടെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഒഴുകാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എത്രമാത്രം ജലമാണോ സംഭരിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രഷർ ഇതിലുണ്ടാവും, ഈ പൈപ്പുകളിൽ ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെയാണ് ഇതിലും എത്ര വോൾട്ടേജ് ആണോ ഉള്ളത്. ഇപ്പോൾ ഈ 6ന് പകരം 60 വോൾട്ട് അല്ലെങ്കിൽ 600 വോൾട്ട്. അപ്പം അങ്ങനെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഈ കറണ്ടിലും എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിയറായി എന്ന് കരുതുന്നു. അതേപോലെ അടുത്തൊരു ടോപ്പിക്ക് വരുന്നതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി ഏതെങ്കിലും ഒരു ലോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള വോൾട്ടേജ് എന്താവും? ഒന്ന് കുറയും. അങ്ങനെ കുറഞ്ഞ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പൊളാരിറ്റിയിലേക്ക് തമ്മിലുള്ള ആ വോൾട്ടേജ് വ്യത്യാസത്തിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസും മാറിപ്പോകരുത്. രണ്ടിൻ്റെ യൂണിറ്റ് വരുന്നത് വോൾട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ EMF എന്ന് പറയുന്നത് എപ്പോഴും ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനേക്കാൾ കൂടുതൽ ആയിരിക്കും. അപ്പോൾ അത് ക്ലിയറായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, റെസിസ്റ്റൻസ്. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനം നമ്മൾ പറയുകയാണെങ്കിൽ വൈദ്യുതി പ്രവാഹത്തിനെ എതിർക്കുന്ന സവിശേഷത അല്ലെങ്കിൽ ആ പ്രത്യേകതേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ തൊട്ട് നേരത്തെ ഈ ടാങ്കിൻ്റെയും ജലത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ജലം പൈപ്പുകളിലൂടെ ഒഴുകുന്നത് ബെൻഡുകളോ അല്ലെങ്കിൽ വളവുകളോ അല്ലെങ്കിൽ ഈ പൈപ്പുകളിലുള്ള അതിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ കാരണം എന്താവും? അതിൻ്റെ അളവിന് ഒരു കുറവ് അല്ലെങ്കിൽ ആ പ്രഷറിന് ഒരു കുറവ് സംഭവിക്കുന്നുണ്ട് അല്ലേ. പ്ലംബിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ബെൻഡുകളും എൽബോകളൊക്കെ ഉപയോഗിച്ചാൽ എന്തുണ്ടാവും? വെള്ളത്തിൻ്റെ പ്രഷർ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ വയറുകൾ നമ്മൾ ബാറ്ററിയിൽ നിന്നും ഈ സ്വിച്ചുകൾ വഴി ഈ വയറുകൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ വയറിലൂടെ ഒഴുകുന്ന കറണ്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഒപ്പോസ് ചെയ്യുന്ന പ്രതിഭാസം അതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രതിരോധിക്കുന്ന ആ പ്രത്യേകതയെയാണ് എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയറായി എന്ന് കരുതുന്നു. അതേപോലെ അതിൻ്റെ യൂണിറ്റുകൾ പ്രധാനമാണ്. ഓം ആണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ അതേപോലെ അത് അളക്കുന്നതിനാണ് ഓം മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേപോലെ ഓമിൻ്റെ ചിഹ്നം നമ്മൾ ഈ ഒരു രീതിയിലാണ് ഓമിൻ്റെ ചിഹ്നം നമ്മൾ രേഖപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ അതിൽ പല രീതിയിലുള്ള റെസിസ്റ്റൻസുകളുണ്ട്. ലോ റെസിസ്റ്റൻസുകളുണ്ട്, അതേപോലെ മീഡിയം റെസിസ്റ്റൻസുകളുണ്ട്, അപ്പോൾ അതേപോലെ ഹൈ റെസിസ്റ്റൻസുകൾ വരുന്നുണ്ട്. ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ്, അങ്ങനെ റെസിസ്റ്റൻസുകൾ പല രീതിയിൽ തരം തിരിച്ചിട്ട് കൂടിയുണ്ട്. അപ്പോൾ അതിൽ ലോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 1 ഓം വരെ വരികയാണെങ്കിൽ അത്തരം റെസിസ്റ്റൻസുകളാണ് ഏത്? ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 ഓം മുതൽ 100 കിലോ ഓം വരെ റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ അതാണ് മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എബോവ് 100 കിലോ ഓമിന് മുകളിലുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റുകൾ, അതിൻ്റെ മീറ്ററുകൾ, ഈ റെസിസ്റ്റൻസ് അളവുകൾ എല്ലാം പ്രധാനപ്പെട്ടതാണ്. മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു.